അഹമ്മദാബാദിലുണ്ടായ പ്ലെയിൻ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെയാണ് ആ അപകടം ഉണ്ടായതിലേക്ക് സൂചന നൽകുന്നതാണ് ഈ വിവരങ്ങൾ. അതായത് വിമാനത്തിനകത്തെ ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ആയതാണ് അപകടമുണ്ടാവാൻ കാരണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ റിപ്പോർട്ട്. പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ വിവരങ്ങൾ അടക്കം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. വിമാനത്തിലേക്ക് ഇന്ധനം നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആവുക എന്ന് വെച്ചാൽ എഞ്ചിനിലേക്ക് ഇന്ധനത്തിൻ്റെ വരവ് തടയുക എന്നതാണ് പ്രശ്നമുണ്ടായത്. അതോടുകൂടി വിമാനത്തിന് മുകളിലേക്ക് വരാനുള്ള ത്രസ്റ്റ് നഷ്ടപ്പെടുകയും താഴേക്ക് വീഴുകയും ചെയ്തു. മുഴുവൻ ലോഡഡ് ഇന്ധനം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ എങ്ങനെ അത് ഓഫായി? സാധാരണ നിലയ്ക്ക് അബദ്ധത്തിൽ ഓഫ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ ഇത്? സ്വിച്ച് മാറി ഓഫ് ചെയ്തതാണോ? പൈലറ്റുമാർക്ക് എന്തെങ്കിലും പിഴവുണ്ടായതാണോ? പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതിനപ്പുറം പോയാൽ ഇത് വിമാന നിർമ്മാണ കമ്പനിയുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ എന്ന ഗുരുതരമായ ചോദ്യവും കൂടി അവിടെ നിൽക്കുകയാണ്. ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. അജിംസ്, ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് കാണുമ്പോൾ അബദ്ധത്തിൽ എന്തോ ഫ്യൂവലിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് ഓഫായി പോയി ഉണ്ടായ അപകടം എന്ന മട്ടിലാണ് തോന്നുന്നത്. അഹമ്മദാബാദ് അപകടത്തിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. അതാണ്, ഇത് ടേക്ക് ഓഫിന് ശേഷം വിത്തിൻ സെക്കൻഡ്സ് ഇത് പോയി ആ കെട്ടിടത്തിലിടിക്കുകയായിരുന്നു. അപ്പോൾ ടേക്ക് ഓഫിനിടയ്ക്ക് ആകെ നമുക്ക് കിട്ടുന്ന വിവരം എന്താണ്, ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന പൈലറ്റിൻ്റെ ATS-ലേക്കുള്ള കമ്മ്യൂണിക്കേഷനാണ്. ത്രസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, എഞ്ചിൻ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോഴാണ് ഒരു സ്പെക്കുലേഷൻ ഉണ്ടായത്, ഇനി പക്ഷി വല്ലതും വന്ന് ഇടിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ രണ്ട് എഞ്ചിനിൽ എങ്ങനെയാണ് ഒരേ സമയം പക്ഷി ഇടിക്കുക? കാരണം ഒരു എഞ്ചിൻ കേടായാലും മറ്റേ എഞ്ചിൻ പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ ദുരൂഹമായ ഒരു കേസ് അന്വേഷണമായിരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ദുരൂഹമാണ്. കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്നാൽ ചില സൂചനകളുള്ള, അതായത് വിമാനം താഴ്ന്നു പറക്കുമ്പോൾ അതിൻ്റെ ഒരു ടർബൈൻ ഫ്ലാപ്പ് തുറന്നത് പ്രവർത്തിക്കുന്നു. ടർബൈൻ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വിമാനത്തിനകത്തുള്ള സകല കറണ്ടും ഇലക്ട്രിസിറ്റി നഷ്ടമാകുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും ഹൈഡ്രോളിക് പവർ ജനറേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ടർബൈൻ കറങ്ങുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം എന്ന് ഏവിയേഷൻ എക്സ്പേർട്സും അതുപോലെ ഏവിയേഷൻ ജേർണലിസ്റ്റുകൾ ഇതിങ്ങനെ അനലൈസ് ചെയ്ത് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്ക് ടൈംസ് അതുവരെയുള്ള CCTV ദൃശ്യങ്ങളും വിമാനത്തിൻ്റെ ദൃശ്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ടേക്ക് ഓഫിനെടുത്ത സമയം, അത് എത്ര ദൂരം പോയി, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് സാധ്യതയുള്ള ചില കാര്യങ്ങളെ പറ്റി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതല്ല ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ, ന്യൂയോർക്ക് ടൈംസിൻ്റെ കണ്ടെത്തലേ അല്ല ഇപ്പോൾ വരുന്ന ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. അത് ഈ പറയുന്ന ഫ്യൂൽ സ്വിച്ച് ഓഫായിപ്പോയി എന്നുള്ളതാണ്. കാരണം അവർ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചപ്പോൾ പൈലറ്റുമാരുടെ ഇടയിലുള്ള അവസാനത്തെ സംഭാഷണം, ഈ സ്വിച്ച് എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന് വിമാനം പറത്തുന്ന പൈലറ്റിനോട് ചോദിക്കുകയാണ്. വിമാനം പറത്തുന്ന പൈലറ്റ് ജൂനിയറാണ്. മോണിറ്ററിംഗ് പൈലറ്റ് കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്. റിട്ടയർ ആവാൻ ഏതാനും മാസങ്ങൾ മാത്രമുള്ള ഒരാളായിരുന്നു, സുമിത് സബർവാൾ. അദ്ദേഹം ചോദിക്കുകയാണ് എന്തിനാണ് ഇത് ഓഫ് ചെയ്തത്? അപ്പോൾ ഈ വിമാനം പറത്തുന്ന പൈലറ്റിനോട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇതാണ് അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് മേഡേ കോൾ പോകുന്നത് ATS-ലേക്ക്. പക്ഷേ എല്ലാം സെക്കൻഡുകൾക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. വിമാനം പോയി ഇടിച്ചിറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ ബോയിങ് വിമാനത്തിൻ്റെ, പ്രത്യേകിച്ച് ഡ്രീം ലൈനറിൻ്റെ ഈ പറയുന്ന ഫ്യൂവൽ സ്വിച്ച് എന്ന് പറയുന്നത് 2 സ്വിച്ചാണ്. ഓരോ എഞ്ചിനും 2 സ്വിച്ചുകൾ വെച്ചാണ്. ഈ സ്വിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ത്രസ്റ്റ് പെഡലുണ്ട്. അതായത് വിമാനത്തിൻ്റെ കോക്ക്പിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു ലിവർ ഇങ്ങനെ വലിക്കുമ്പോഴാണ് വിമാനം വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. ആ ലിവർ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ എഞ്ചിനിലേക്കുള്ള ഫ്യൂവലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും, നമ്മുടെ ആക്സിലേറ്ററിൻ്റെ സെയിം ഫങ്ഷൻ. അപ്പോൾ എന്തിനാണ് ഈ താഴെ സ്വിച്ച് എന്ന് ചോദിച്ചാൽ, ഈ പെഡലുണ്ടല്ലോ, ഈ എന്തിനാണ് നമ്മൾ ഇത് ഫ്യൂവൽ ഓഫ് ചെയ്യുന്നത്? സാധാരണ നമ്മുടെ കാറിനൊന്നും അങ്ങനെ ഫ്യൂവൽ ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കാർ നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്ലൈറ്റിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എഞ്ചിന് തീ പിടിക്കുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആ ഇന്ധനം കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു എഞ്ചിൻ ചിറകിനടിയിൽ ഒരു എഞ്ചിന് തീ പിടിച്ചു, അപ്പോൾ അതിലേക്കുള്ള ഫ്യൂവൽ തടഞ്ഞു വെച്ചാൽ, കട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നീട് മറ്റൊരു എഞ്ചിനുമായി പറന്ന് ഇതിന് സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയും. അതുപോലെ വിമാനം നിർത്തിയിടുമ്പോൾ പൂർണ്ണമായും അതിലേക്ക് ഇന്ധനം വരുന്നത് തടഞ്ഞു വയ്ക്കാനും വേണ്ടിയാണ് ഈ 2 സ്വിച്ച്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു 2 സ്വിച്ചുകളാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് അറിയാതെ കൈതട്ടിപ്പോയി കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ ബോയിങ്ങിൻ്റെ ഈ പറയുന്ന ഈ ത്രസ്റ്റ് പെഡലിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ 2 ചെറിയ സ്വിച്ചുകളാണ്, 2 ചെറിയ നോബ് പോലുള്ള സ്വിച്ചുകൾ. അപ്പോൾ ആ സ്വിച്ച് അബദ്ധത്തിൽ കൈതട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ 2 സൈഡിലും 2 ബ്രാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പൈലറ്റ് കൈ എടുക്കുമ്പോൾ അങ്ങനെ തട്ടി അത് പോകാതിരിക്കാൻ. മറ്റൊന്ന്, ഈ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത, ഇത് മുകളിലേക്ക് വലിച്ചിട്ട് വേണം താഴേക്ക് തെളിക്കാൻ. അതായത് അത്ര സേഫ്റ്റിയാണ്. വെറുതെ തട്ടിയാൽ പോരില്ല, ഒരല്പം മുകളിലേക്ക് വലിച്ചിട്ട് താഴേക്ക് തട്ടിയാലാണ് വരുള്ളൂ. മാത്രമല്ല അത് അങ്ങനെ അബദ്ധത്തിൽ ഇൻഅഡ്വെൻ്റലി അതിങ്ങനെ വരാതിരിക്കാൻ വേണ്ടി തന്നെ സ്പ്രിങ് മെക്കാനിസമാണ് അതിനുള്ളത്. അപ്പോൾ ഒരു സെനാരിയോ എന്താണെന്ന് വെച്ചാൽ, ഈ പൈലറ്റ് ഈ വിമാനം അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം അത് താഴ്ത്തി വെച്ചു. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് താഴ്ത്തി വെച്ച് വിമാനം ഇടിച്ചിറങ്ങട്ടെ എന്ന് വെച്ചു എന്ന് കരുതാം. അതാണ് നമുക്ക് കരുതാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വിശദീകരണം.
അതർവൈസ് ഈ സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ബോയിങ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ വന്നത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തൽ മാത്രമാണ്. ഇനി എൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുക. അപ്പോൾ ഈ 2 സെനാരിയോയാണുള്ളത്. ഒന്നുകിൽ ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനം അല്ല ബോയിങ്ങിലുള്ളത്. മാനുവലി മാത്രം ഒരു മനുഷ്യനെ കൈകൊണ്ട് തട്ടി മാത്രമേ അത് ഓണോ ഓഫോ ചെയ്യാൻ കഴിയൂ. ഇപ്പം ഞാൻ പറയുന്ന ഒരു സെനാരിയോ ഈ പറയുന്ന ജൂനിയർ പൈലറ്റ് ഇത് ചെയ്തതാകാം. അങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിമാനം അപകടത്തിൽപ്പെടുത്തണമെങ്കിൽ ടേക്ക് ഓഫിൻ്റെ സമയത്തിനേക്കാൾ എളുപ്പം അയാൾക്ക് ഏതെങ്കിലും കടലിൻ്റെ മുകളിൽ പോയിട്ട് താഴേക്ക് മൂക്കുത്തിയാൽ പോരെ. അതായിരിക്കും കുറച്ചുകൂടി ലോജിക്കൽ. ടേക്ക് ഓഫിൻ്റെ സമയത്ത് അപകടത്തിൽപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം അതായിരിക്കും. എന്ന് മാത്രമല്ല, താനത് ചെയ്തിട്ടില്ല എന്ന് ഈ പരിഭ്രാന്തിക്കിടയിൽ അയാൾ വിളിച്ചു പറയുന്നുണ്ട്. ഞാനല്ല ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തനിയെ അങ്ങനെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതാണ് ഇനി അന്വേഷിച്ച് വെളിപ്പെടേണ്ടത്. അവിടെയാണ് ഈ ബോയിങ് കമ്പനി ചോദ്യമുനയിലാവുന്ന കുറേ പ്രശ്നങ്ങൾ. ബോയിങ് കമ്പനിയുടെ സേഫ്റ്റി സംബന്ധിച്ച് ഒരുപാട് കൺസേൺസ് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ്, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡ്രീം ലൈനർ, ഈ പർട്ടിക്കുലർ വിമാനം, ഈ ഡ്രീം ലൈനറിനെ കുറിച്ച് തന്നെ അത് നിർമ്മിക്കുന്ന സമയത്ത് അതിനകത്തുള്ള സേഫ്റ്റി ഓഫീസേഴ്സ് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ 2 വിസിൽ ബ്ലോവേഴ്സ്, മുൻ ജീവനക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരിച്ചതാണ്, അവർ ആത്മഹത്യയാണെന്നൊക്കെ പറയുന്നു. എന്നാൽ ബന്ധുക്കൾ പറയുന്നു അവരെ കൊന്നതാണെന്ന് പറയുന്നു. അവർക്കെതിരെ നിയമ നടപടികളുമായി ബോയിങ് കമ്പനി പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം, ഈ ഡ്രീം ലൈനർ വിമാനം ഇന്ത്യക്ക് നൽകിയ, എയർ ഇന്ത്യക്ക് നൽകിയ ഡ്രീം ലൈനർ വിമാനം പർട്ടിക്കുലറായി ആ വിമാനങ്ങളിൽ സേഫ്റ്റി കൺസേൺസ് ഉണ്ട് എന്ന് വിസിൽ ബ്ലോവേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അവർക്ക് കൊടുത്ത അൺഒഫീഷ്യൽ മറുപടി അത് അമേരിക്കയുടെ ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളല്ല, ഇന്ത്യയിലേക്ക് വിടുന്നതാണെന്നാണ്. അത്ര ഗുരുതരമാണ് കാര്യങ്ങൾ. അതുവരെ അവർ പുറത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നം, അതായത് ഈ ഫ്യൂവൽ സ്വിച്ചിൻ്റെ പ്രശ്നത്തിൽ ഒരു ബോയിങ് വിമാനം ഇതുവരെയും അപകടത്തിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം. ആദ്യത്തെ സംഭവമാണ്. പക്ഷേ ഒരു സംഭവം ആദ്യമായി ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ വിമാന നിർമ്മാണ കമ്പനിയെ നമ്മൾ കുറ്റവിമുക്തനാക്കാനോ അത് പൈലറ്റിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനോ കഴിയില്ല. കാരണം ബോയിങ് വിമാനാപകടങ്ങളെക്കുറിച്ചുള്ള മുൻ അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ അന്വേഷണങ്ങളും ആ പൈലറ്റിന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാധനം ചെയ്യാറ്. കാരണം പൈലറ്റ് മരിച്ചുപോയി, പിന്നെ ഒന്നും അന്വേഷിക്കാനില്ല. ഇവിടെ ബോയിങ്ങിൻ്റെ ഈ സ്വിച്ചിനെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള അലേർട്ട് മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 2018 ഫെഡറൽ ഏവിയേഷൻ ഏജൻസി, അമേരിക്കയുടെ ഈ അമേരിക്കയിൽ നിർമ്മിക്കുന്ന വിമാനങ്ങൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുന്ന ഏജൻസി 2018 ഒരു അഡ്വൈസറി പുറപ്പെടുവിച്ചിരുന്നു. അഡ്വൈസറിയുടെ സ്വഭാവം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അഡ്വൈസറി എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് സ്വമേധയാ കട്ട് ഓഫ് ആകാൻ സാധ്യതയുള്ള ഡിസൈനാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് എയർലൈൻ ഓപ്പറേറ്റേഴ്സിന് ഒരു അഡ്വൈസറി കൊടുത്തിരുന്നു. പക്ഷെ അത് മാൻഡേറ്ററി അല്ല. മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഡയറക്റ്റീവായിട്ട് അതിന് കണക്കാക്കാൻ കഴിയില്ല. ഉപദേശമാണ്. മാൻഡേറ്ററി ആണെങ്കിൽ എന്ത് ചെയ്യണം? എയർലൈൻ കമ്പനി അത് പരിശോധിക്കുകയും അത് മാറ്റിവെക്കുകയും ചെയ്യണം. എന്ന് മാത്രമല്ല, ഇതിന് വിമാനം ഉണ്ടാക്കുന്ന കമ്പനിയോട് ഈ സൈസ് പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ് അത് തിരുത്തിക്കുകയും ചെയ്യണം. പക്ഷേ ഈ അഡ്വൈസറി എന്നുള്ളത് അവർ നോക്കുമ്പോൾ സ്വിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതി കൂളായിട്ട് വിട്ടതാണോ? എങ്കിലും അവിടെയും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ 2 സ്വിച്ച് വരെ സമയം എങ്ങനെയാണ് കട്ട് ഓഫ് ആവുക എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള തുടർ അന്വേഷണത്തിലൂടെയാണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഈ സ്വിച്ച് എങ്ങനെയാണ് ഓഫായതെന്ന് പുറത്തു വരുള്ളൂ. ഓക്കെ, ദിവസം എന്താ തോന്നുന്നു? അല്ല, ഇതിൽ ഇപ്പോൾ അജംസ് ഇപ്പോൾ വിശദീകരിച്ചതെന്ന് തോന്നുന്ന ഒരു കാര്യം, അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഇത് അട്ടിമറിയാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതുപോട്ടെ, ഞാൻ പറഞ്ഞു ഇതിലൊരു മാനുവൽ ഇൻ്റർവെൻഷൻ ഉണ്ടായതാണോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫെയിലർ ആണോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു ഭയങ്കര ക്വസ്റ്റ്യൻ. ഇത് ഒന്ന് ആലോചിക്കണം നിഷാദ്, അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അടക്കം യാത്ര ചെയ്തൊരു വിമാനമാണ്. ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്ത വിമാനമാണ്. ഈ ബോയിങ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി പറഞ്ഞ വിസിൽ ബ്ലോവേഴ്സിൻ്റെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യക്കാരൻ അതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല, ഒരു മരിച്ച പൈലറ്റിൻ്റെ. അപ്പോൾ ഇവരന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇവർക്ക് പിന്നീട് പറ്റിയ സംഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ചിലതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അവസർപ്പക സ്വഭാവം തോന്നും. പക്ഷേ അതിലൊന്നും ഈ ബോയിങ് കമ്പനിയുടെ ഭാഗത്ത് നിന്നൊരു കൺവിൻസിംഗ് ആയിട്ടുള്ള വിശദീകരണം നമ്മൾ കണ്ടിട്ടില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടൊരു മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരാണ്. ബോയിങ് കമ്പനി എന്ന് വെച്ചാൽ ലോകത്തൊരു ആഗോള ഭീമൻ കമ്പനിയാണ്. ഈ കമ്പനിക്ക് മുമ്പിൽ ഞങ്ങൾക്ക് തൃപ്തികരമായൊരു വിശദീകരണം വേണം എന്നൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അത് ആ നിലക്ക് വരുന്നില്ലല്ലോ. ലോകത്ത് ഒരുപാട് വിമാനാപകടം ഉണ്ടായിട്ടുണ്ട്. ചില അപകടങ്ങൾ, ഇപ്പോൾ ഒരു മലേഷ്യൻ വിമാനം കടലിൽ പോയതാണെന്ന് പറയപ്പെടുന്നു, മിസ്സിങ് അതെവിടെ പോയെന്നറിയില്ല. അപ്പോൾ അതേ ഇപ്പോൾ ഒരു വിശാലമായ കടലിൽ പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത് നോക്കുക, വിമാനത്താവളത്തിൻ്റെ മതിലിൻ്റെ തൊട്ടപ്പുറത്താണത് തകർന്നു വീഴുന്നത്. അപ്പോൾ ക്യാമറകളിൽ പകർത്തപ്പെട്ടിട്ടുണ്ട് ആ ദുരന്തം. ഇത്ര മുഴുവൻ ക്യാമറകളിൽ പകർത്തപ്പെട്ട ഒരു വിമാന ദുരന്തം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല.
ഈ വിമാനം പറക്കാൻ തുടങ്ങുന്നത് മുതൽ പറന്നുയർന്ന് പൊട്ടിത്തെറിക്കുന്നത് വരെയുള്ള രംഗങ്ങൾ പല സ്വഭാവത്തിൽ ക്യാമറകൾ പകർത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്വേഷണം വേറെ നിലക്ക് നോക്കുകയാണെങ്കിൽ അന്വേഷണം സുഗമമായി നടത്താൻ അന്വേഷണമാണ്. അങ്ങനത്തെ ഒരു സംഗതിയിൽ ഇത് ഞങ്ങളുടെ ഇത്ര പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടൊരു സംഭവമാണ്, അതിലെന്താണ് നിങ്ങൾ നൽകുന്ന വിശദീകരണം എന്നൊരു സംഗതി ഉണ്ടല്ലോ. ആ നിലക്ക് ഒരു ഈ കമ്പനിയെ അക്കൗണ്ടബിൾ ആക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ അത് ഇവിടെ മാത്രമല്ല ലോകത്ത് എവിടെ നടക്കുന്നില്ല, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേഫ്റ്റി എന്നുള്ളത് ഏറ്റവും യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സേഫ്റ്റി. പക്ഷേ അത് എന്താണെന്നറിയില്ല, ബോയിങ്ങിൻ്റെ കാര്യത്തിൽ വിമാനാപകടങ്ങളുടെ കാര്യത്തിൽ അത് ഗുരുതരമായി വരുന്നില്ല. പക്ഷെ ഈ ന്യൂയോർക്ക് ടൈംസ് ഇതിനകത്ത് പ്രത്യേകമായ ഒരു ടീമിനെ വെച്ച് അവർ നോക്കുന്നു. പിന്നെ ആ നിലക്കുള്ളൊരു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മാധ്യമം അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവർ കാണിക്കുന്നൊരു താല്പര്യം ഇന്ത്യയിലൊരു മാധ്യമ സ്ഥാപനം കാണിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് പല ഫീൽഡിൽ സ്പെഷ്യൽ ബീറ്റ് ചെയ്യുന്ന ലേഖകന്മാരുണ്ടാവും, അവർക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, സംഗതികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന അലസ സമീപനം, എന്ന് വെച്ചാൽ ഭരണകൂടം കാണിക്കുന്ന അലസ സമീപനം, പൊതുസമൂഹം കാണിക്കുന്ന അലസ സമീപനം, മാധ്യമങ്ങൾ കാണിക്കുന്ന അലസ സമീപനം, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇവരുടെ അവസാനത്തെ സംഭാഷണം എന്ന് പറയുന്നത് നമുക്കത് 2 വാചകങ്ങളാണ്. പക്ഷെ അത് ഭയങ്കര ഫ്രാൻറ്റിക്കായ ഒരു എക്സ്ചേഞ്ച് ആയിരിക്കില്ലേ അത്? ആരാണ് ഈ സ്വിച്ച് ആരാ ഓഫാക്കിയെന്നുള്ളതാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ സംതിങ് ബിഗ് എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പ്രഷർ, ഒരു പബ്ലിക് പ്രഷർ, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല, വളരെ ഗൗരവപ്പെട്ടൊരു അന്വേഷണം നടക്കണം, അതിന് ബോയിങ്ങിനെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആക്കണം എന്നുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉയർത്തിക്കൊണ്ടുവരുന്നതിലേക്ക് ഈ ഡിസ്കഷൻ വരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഒറ്റപ്പെട്ട വിമാനാപകടം എന്നതിനേക്കാൾ ഉപരി ഈ വിമാനാപകടം രാജ്യത്ത് വലിയ തരത്തിലുള്ള പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ബോയിങ് കമ്പനിയും അവരുടെ ചരിത്രവും അവരുടെ വിമാന രൂപകൽപ്പനയിലെ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ ഓൾറെഡി മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. ആ നിലയ്ക്കുള്ള ഒരു സമ്മർദ്ദം എല്ലാ അർത്ഥത്തിലും ഉണ്ടാവുക, അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് സർക്കാരിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.